രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള പേര് ശ്രദ്ധിച്ചതെല്ലാം പാലക്കാട് MLA ആവുന്നതിനൊക്കെ മുൻപ് തന്നെ, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യുന്നു, സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ വീഡിയോസ് ഇട്ട് തുടങ്ങിയ ശേഷം പഴയ കേസുകളൊക്കെ ഒന്ന് പൊടിതട്ടി കുറച്ച് CCTV ഫുട്ടേജുകളൊക്കെ ഇട്ട് വാർത്തയൊന്ന് വഴിതിരിക്കുവാനും അതുപോലെ ഇട്ട ഒരു വീഡിയോ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയിൽ കാണിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക് അത് ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവരെല്ലാ കാലവും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർത്തും രാഷ്ട്രീയപരമായിട്ടൊരു ആയുധം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടും മാനസികമായിട്ടും ആ വ്യക്തിയെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ സമ്പൂർണ്ണമായിട്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഞാൻ വോട്ട് ചെയ്തു, എന്നെ വോട്ട് ചെയ്യിക്കില്ല എന്നൊക്കെ തീരുമാനം എടുത്തുകൊണ്ട് അവിടെ കുറച്ച് DYFIയുടെയും CPIയുടെയും കുറച്ച് പ്രവർത്തകർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അടൂർ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് വോട്ട് ചെയ്തത്. എവിടെയാണോ ഞാൻ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ 5ാമതും വോട്ട് ചെയ്തു, അതേ ബൂത്തിൽ തന്നെ വോട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ ചിത്രങ്ങളും ഒക്കെ അവർ പകർന്നു കണ്ടു, ഞാനവിടെ വോട്ട് ചെയ്തിട്ട് പോയി എന്നുള്ളതിന് സന്തോഷം. എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെടുത്ത് വെച്ചിട്ടുള്ളതിന് സന്തോഷമേ ഉള്ളൂ. ആരോപണങ്ങൾക്ക് എന്താ ഇപ്പോൾ പഞ്ഞം? അവർ ഇനിയിപ്പോൾ എന്ത് ആരോപണങ്ങൾ അവർ ഉന്നയിച്ചാലും അത് നിലനിൽക്കുന്നതല്ല. കള്ളവോട്ട് എൻ്റെ പേരിൽ എൻ്റെ വോട്ട് കള്ളവോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഒരു തെറ്റായ കാര്യം നടക്കുന്നു, ഒരു വ്യക്തി ഇത് വീഡിയോ എടുക്കുന്നു, ആ ആളെ വന്ന് അവഹേളിക്കുക മാത്രമല്ല പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വെറും പച്ചയായിട്ട് നുണ പറയുകയാണ്. സ്ത്രീ സമൂഹത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ നിൽക്കുന്ന അവകാശങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് സ്ത്രീകളെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട്, പൊളിറ്റിക്കൽ ടൂളായിട്ട് സ്ത്രീകളുടെ അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുക എന്നൊക്കെ അവരുടെ ഓരോ വാക്കിലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാലക്കാടെ സംബന്ധിച്ച് അവർ തെറ്റ് ചെയ്തു, അവർ പണം കൊടുത്തു, അവർ തെറ്റ് ചെയ്തു. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പായിട്ടും അത് മുഖവിലയ്ക്ക് എടുക്കുക തന്നെ ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്തെ അവശ്യ സാധനങ്ങളുടെ പട്ടികയിലുള്ള ഒന്നാണ് ഒരു കുറഞ്ഞത് 2 പീഡന കേസ് ഉണ്ടാവണം എന്നുള്ളത്. എന്തായിരുന്നു ശരിക്കും ഇന്നലെ സംഭവിച്ചതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ശരിക്കും അതിനകത്തൊരു വാസ്തവം ഉണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരെ സാധാരണ ഇടതുപക്ഷത്തിൻ്റെ CPIയുടെ അടൂരി ഒരു ശൈലിയാണ് തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും സ്ഥാനാർത്ഥിയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ മനോവീര്യം കെടുത്താനായിട്ടുള്ള രീതിയിലാണ് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാനസികമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെയാണ് അവരുടെ പ്രവർത്തന ശൈലി. അങ്ങനെയാണ്, രാഷ്ട്രീയമല്ല പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അടൂർ നിയോജകമണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പേരിലുള്ള 2008 ഏകദേശം 20 വർഷം മുൻപുള്ള ഒരു കേസ്, ആ കേസിൻ്റെ ഒരു FIR എടുത്തുകൊണ്ടാണ് CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും CPIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും എല്ലാവരും ഒരു മാധ്യമങ്ങളുടെ മുന്നിലേട്ടും സോഷ്യൽ മീഡിയയിലൂടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇവർ ഒരു നോട്ടീസ് അച്ചടിച്ചുകൊണ്ട്, ഏത് പ്രസ്സിൽ അച്ചടിച്ചു, ആരച്ചടിച്ചു, ഉടമസ്ഥനില്ലാത്ത, തലയും വാലും ഇല്ലാത്ത, രക്ഷകർത്താക്കളില്ലാത്ത ഒരു നോട്ടീസ് അച്ചടിച്ചുകൊണ്ട് വീടാന്തരം വിതരണം ചെയ്തു. പള്ളിക്കൽ തന്നെ പലയിടങ്ങളിലും ഇത് വിതരണം ചെയ്ത ആൾക്കാരെ കയ്യോടെ പിടിക്കുകയും പോലീസിനെ ഏൽപ്പിക്കുകയും മണ്ണടി പ്രദേശത്ത് നിന്ന് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ വിഷയം RDOയുടെ മുമ്പിലേക്ക് എത്തുന്നതും ഈ വിഷയത്തിൻ്റെ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നതും ആ ഒരു നോട്ടീസ് പുറത്തിറക്കിയവർക്കെതിരെ നടപടിയെടുക്കുവാൻ കളക്ടർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്തൊരു ആരോപണം, ഒരു FIR അന്ന് 2008 ഇട്ട ഒരു FIRൻ്റെ പകർപ്പെടുത്തുകൊണ്ട് 2026 ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അപ്പോൾ അന്ന് FIRന് ശേഷം ആ കേസിന് മുമ്പോട്ടുള്ള പ്രൊസീഡിങ്സ് കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് എന്നൊരു സംഭവമുണ്ട്. കോടതിയിൽ നിന്ന് കേസ് തള്ളി കേസ് അവസാനിച്ച ഒരു ഘട്ടമുണ്ട്. അപ്പോൾ അന്നേരം എന്ത് പറഞ്ഞ് അവസാനിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഫൈനൽ റിപ്പോർട്ട് എന്നുള്ളത്, എങ്ങനെയാണ് ആ കേസ് അവസാനിച്ചത് എന്നുള്ളത് പറയുന്നില്ല. ഇനി FIRൽ തന്നെ പറയുന്ന സെക്ഷൻ 302 ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ 302 സെക്ഷൻ ട്രയലിൻ്റെ സമയത്ത് തന്നെ 302 നീക്കം ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് കോടതി തന്നെ ട്രയൽ സമയത്ത് തന്നെ നീക്കം ചെയ്തതാണ് 302. അപ്പോൾ ഇതെല്ലാം അറിയാവുന്നവർ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങളെ മറ്റൊന്നാക്കി തീർത്തുകൊണ്ട് ഒരു മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. പക്ഷേ അവിടെ അവർക്ക് തെറ്റിയത് 21ാമത്തെ വയസ്സ് മുതൽ ജനപ്രതിനിധിയായ ആളാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് CV ശാന്തകുമാർ. ഇപ്പോൾ 46 വയസ്സുണ്ട്. ഈ കാലയളവിൽ കഴിഞ്ഞ 25 വർഷക്കാലം അടുപ്പിച്ച് 3 തവണ അരുവാപ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിട്ടും 2 വട്ടം കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന ഒരു കേസ് സംഭവം നടന്ന ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയുന്നു. അപ്പം കോന്നിയിലെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ അതിപുരാതനമായൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ നിലവിലെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ ഈ പറയുന്ന കഥകളെല്ലാം ഒരു വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നു എന്ന് പറയുന്നത് കോന്നി അരുവാപ്പലം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇദ്ദേഹം ജീവിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ്. ആ പ്രദേശത്ത് 1/4 നൂറ്റാണ്ട് തുടർച്ചയായിട്ട് അവിടുത്തെ ജനങ്ങൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് CV ശാന്തകുമാർ. അപ്പോൾ അങ്ങനെ ഒരു ജനകീയനായ ഒരു നേതാവിനെ, ജനപ്രിയനായിട്ടുള്ള ഒരാളെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ അരുവാപ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ 6ാം വാർഡിലെ ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു വ്യക്തിയെ, സർവോപരി കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിൽ 4 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ കോട്ട തകർത്ത ഒരു അത്രയും ജനകീയനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയെ മോശക്കാരനായി ചിത്രീകരിക്കുവാനായിട്ട് എത്ര ഇടതുപക്ഷവും CPIയും ശ്രമിച്ചാലും അത് വിലപ്പോവില്ല. അന്നാട്ടിലെ അരുവാപ്പുലത്തെയും കോന്നിയിലെയും ജനങ്ങൾ സമ്പൂർണ്ണമായി സ്വീകരിച്ച ആളാണ്. പിന്നെ ഈ കോന്നി
നമുക്ക് വിദൂരമായ സ്ഥലമൊന്നുമല്ല. നമ്മുടെ തുമ്പമൺ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള അഡ്വക്കേറ്റ് CV ശാന്തകുമാർ അദ്ദേഹം ജനിച്ചത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട് അടൂർ നിയോജകമണ്ഡലമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം കോന്നി നിയോജകമണ്ഡലത്തിൻ്റെ പരിധിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ കോന്നി നമുക്ക് അത്ര വിദൂരമായ സ്ഥലമൊന്നുമല്ല, ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റെന്തോ നാട്ടിൽ എന്തൊക്കെയോ നടന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഇവിടുന്ന് ഒന്ന് അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തീർത്തും രാഷ്ട്രീയപരമായിട്ടൊരു ആയുധം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടും മാനസികമായിട്ടും ആ വ്യക്തിയെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ സമ്പൂർണ്ണമായിട്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള 1-2 പേര് ഈ വിഷയങ്ങളിൽ കമൻറ്റ് ചെയ്യുകയും നിരന്തരം പോസ്റ്റ് ഇടുകയും നിരന്തരം കമൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യുന്ന രീതി വരെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യുക, അവർക്ക് കമൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളതിനെ സസ്പെൻഡ് ചെയ്ത് കളയുക. അപ്പോൾ ഇത് ഒരു സോഷ്യൽ മീഡിയ ലെവൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എങ്കിൽ എത്രത്തോളമാണ് ഇതിനകത്ത് ഒരു ഭരണത്തിൻ്റെ അധികാരം എത്രത്തോളം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയെയും ഒരു സ്ഥാനാർത്ഥിയെയും ഒരു കുടുംബത്തെയും സമ്പൂർണ്ണമായിട്ട് മാനസികമായി തകർക്കാമെന്ന് കരുതി ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഒരു നയത്തോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഈ വിഷയങ്ങൾ ഏതെങ്കിലും രീതിയിൽ UDF-നെ ബാധിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. രീതിയിലും വോട്ട് കുറയാനോ അങ്ങനെ ഏതെങ്കിലും ഒരിക്കലുമില്ല. ഈ വിഷയം കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ MG കണ്ണൻ മത്സരിക്കുമ്പോൾ വലിയ വേദനയോടുകൂടി അദ്ദേഹത്തെ കുടുംബത്തെയും അപമാനിച്ചുകൊണ്ട് നോട്ടീസ് ഇറക്കിയും അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തതും സംബന്ധിച്ച് കണ്ണീരോടുകൂടി തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കേണ്ടി വന്ന സാഹചര്യം ശ്രീ MG കണ്ണൻ ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏതൊരു സ്ഥാനാർത്ഥിയെ നമ്മുടെ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ നിയമം അനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ശൈലി അനുസരിച്ച് തന്നെ സ്ഥാനാർത്ഥിയെ തേജോവധം ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ ആ നിലനിൽക്കുന്ന നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോകുമാർ തന്നെ അവിടെ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് പറഞ്ഞ വാചകം തന്നെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് അടിക്കുന്നതിൽ എന്താ ഇപ്പോൾ കുഴപ്പം, ഞങ്ങൾക്കൊരു നോട്ടീസ് അച്ചടിച്ചുകൂടെ? ഒന്ന് ഓർക്കണം, അതിന് തലയും വാലുമില്ലാത്തൊരു നോട്ടീസ് തങ്ങളാണ് അച്ചടിച്ചതെന്ന് പരസ്യമായി സമ്മതിക്കുകയാണ്. CPIയുടെ പ്രവർത്തകരെയാണ് ഇതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടത്. പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പുറത്തിറക്കാനായിട്ട് എത്തുന്നത് CPIയുടെ നേതാക്കന്മാരാണ്. ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് CPIയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ പക്കൽ നിന്നും ഈ നോട്ടീസുകൾ പിടിക്കുകയും അയാൾ കുതറി ഓടുകയും വണ്ടി വളരെ അപകടകരമായിട്ട് നമ്മുടെ പ്രവർത്തകരുടെ അടുത്തൂടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ പള്ളിക്കൽ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ രാത്രി CPIയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാത്രി കാലങ്ങളിൽ വീടുകളിൽ കയറി നോട്ടീസ് കൊടുത്തത് നമ്മൾ വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്യുകയും പോലീസിനെ അറിയിക്കുകയും പോലീസിനെ വ്യക്തം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെടെയുള്ള അടൂർ നിയോജക മണ്ഡലത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശൈലി ഇങ്ങനെയാണ്, അതവർ തുടരുന്നു. അത്രമാത്രം. ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നോട്ടീസ്. അതെ, നമ്മുടെ തുമ്പമണ്ണിലും എല്ലായിടത്തും. മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, അടൂർ മാത്രമല്ല, മൊത്തത്തിൽ കേരളത്തിലെ ഇപ്പോൾ ഒരു പോളിംഗ് എത്രമാത്രം UDF-ന് അനുകൂലമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും പോളിംഗ് ശതമാനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കപ്പുറത്തേക്ക്, ശതമാനം കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ ഐക്യജനാധിപത്യ മുന്നണി എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതാണ് ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന സർക്കാർ രൂപീകരിക്കണമെന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള ഒരു ശൈലിയിലല്ല നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും ജനങ്ങളാണ് തീരുമാനിച്ചത്, പബ്ലിക്കാണ് തീരുമാനിച്ചത്, എല്ലാ വോട്ടർമാരും തീരുമാനിച്ചു. അവരവരുടെ ജീവിതത്തിനും അവരവരുടെ സമൂഹത്തിലെ ഇടപെടലിനും ഒന്നും ഒരു ഗുണമുണ്ടാകുന്നില്ല ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും എടുക്കുന്ന തീരുമാനം അങ്ങനെ തന്നെയായിരിക്കും. ആ തീരുമാനം ഉറപ്പായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ അനുകൂലമായി വലിയൊരു വിജയത്തിലേക്ക് 100-ലധികം സീറ്റോടുകൂടി വിജയിക്കുന്ന ഒരു ദിവസത്തിലേക്കാണ് ഞങ്ങൾ മെയ് 4-ന് എത്തിച്ചേരാൻ പോകുന്നത്. ഈ നേരത്തെ MG കണ്ണൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ KC വേണുഗോപാൽ അവരുടെ ഭാര്യയും മക്കളെയും കൊണ്ടുപോയി രാഹുൽ ഗാന്ധിയെ കാണിക്കുന്നൊരു ഭയങ്കര വലിയൊരു കാഴ്ച ഉണ്ടായിരുന്നു. അത് എല്ലാ കോൺഗ്രസ് ആൾക്കാർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഫാമിലിയും മക്കളെയും ആ ഭാര്യയും കൊണ്ടുപോയി രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. അവരെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയൊക്കെ, ആ കാഴ്ചയൊക്കെ നേരിട്ട് കണ്ടിരുന്നോ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കണ്ടു. അത് വലിയ MG കണ്ണൻ എന്ന പേര് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അതിവൈകാരികമായിട്ട് നിലനിൽക്കുന്ന ഒരു പേരാണ്. ആ നഷ്ടം ഒരുപക്ഷെ ഇപ്പോഴും ഉൾക്കൊള്ളുവാനോ ഇപ്പോഴും ഒരു മനസ്സിൻ്റെ വിങ്ങലോടല്ലാതെ ആ ഒരു ആളുടെ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ നമുക്ക് ആർക്കും തന്നെ സാധിക്കില്ല. അപ്പോൾ അത്രയും അടൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അടൂരിലെ വോട്ടർമാരുടെയും എല്ലാ മനസ്സിൽ MG കണ്ണൻ ഒരു തീരാവേദന ആയി നിലനിൽക്കുന്ന ഒരു പേരാണ്, ഒരു വ്യക്തിയാണ്. സർവോപരി വലിയ ജനകീയനായിരുന്നു, ജനപ്രിയനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഓരോ കാഴ്ചയും നമ്മളറിയാതെ, നമ്മൾ അവിടെ ഭാര്യയും 2 മക്കളും വരുമ്പോൾ നമ്മളറിയാതെ അവിടെ MG കണ്ണൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തെയും കൂടിയാണ് നമ്മൾ ഈ 3 പേരിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സജിത ചേച്ചിയുടെയും 2 മക്കളുടെയും പ്രസൻസ് എവിടെയൊക്കെ ഉണ്ടാകുന്നു, ആ കാഴ്ചകൾ എപ്പോഴൊക്കെ കാണുന്നു, അപ്പോഴെല്ലാം നമ്മൾ കാണുന്നത് ശ്രീ MG കണ്ണനെയാണ്. ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ പറ്റാത്തതൊരു വിഷമമായി തോന്നുന്നുണ്ടോ? എനിക്കാണോ? ഞാൻ വോട്ട് ചെയ്തു. ആണോ?
ഓക്കെ. അതിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഞാൻ വോട്ട് ചെയ്തു. എന്നെ വോട്ട് ചെയ്യിക്കില്ല എന്നൊക്കെ തീരുമാനം എടുത്തുകൊണ്ട് അവിടെ കുറച്ച് DYFIയുടെയും CPIയുടെയും കുറച്ച് പ്രവർത്തകർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അടൂർ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് വോട്ട് ചെയ്തത്. എവിടെയാണോ ഞാൻ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ 5-മതും വോട്ട് ചെയ്തു. അതേ ബൂത്തിൽ തന്നെ വോട്ട് ചെയ്തു. അപ്പോൾ ആ വോട്ട് ചെയ്തപ്പോൾ എന്നെ ഇവിടെ വോട്ട് ചെയ്യിക്കില്ല എന്നൊക്കെ തീരുമാനിച്ചു വന്നു. പക്ഷേ ഞാൻ രാവിലെ ഒരു 8:30 ആ സമയത്തേക്ക് എത്തി. ലോങ് ക്യൂ ആയിരുന്നു. അതുകൊണ്ട് അവിടെ ആദ്യം കുറച്ചൊരു തടസ്സവും ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 9 മണി 9:30 മുൻപ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എഴുന്നേക്കാൻ വൈകിട്ടുണ്ടാവും. എല്ലാവരും എത്തിയപ്പോൾ 9 മണി കഴിഞ്ഞു. ഞാനപ്പോഴത്തേനും വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തടസ്സപ്പെടുത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടു. പോലീസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ അകത്തേക്ക് കടത്തി വിട്ടിരുന്നില്ല. പുറത്ത് വലിയ വീഡിയോ എടുക്കലും ഞാനെന്തോ കള്ളവോട്ട് എൻ്റെ പേരിൽ ഞാൻ കള്ളവോട്ട് ചെയ്തു എന്നാണ് DYFIയുടെ ചില പ്രവർത്തകരുടെയൊക്കെ ആരോപണം. പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ട് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും പൊതുസമൂഹത്തെ സംബന്ധിച്ചൊക്കെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്ന് പറയുന്നത് പൊതുപ്രവർത്തനത്തിലൂടെ എല്ലാവർക്കും ആർജിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒന്നും പറയാനില്ല. അന്ധമായിട്ട് നമ്മളൊരു ആശയത്തെ അന്ധമായിട്ട് നേതാക്കന്മാർ പറയുന്നതിനെ മാത്രം വിശ്വസിക്കുന്ന ചിലർക്ക് പറ്റുന്ന മണ്ടത്തരായിട്ട് ഞാനതിനെ കണക്ക് കൂട്ടുന്നുള്ളൂ. എന്തായാലും അവിടെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ ചിത്രങ്ങളും ഒക്കെ അവർ പകർത്തുന്നത് കണ്ടു. ഞാനവിടെ വോട്ട് ചെയ്തിട്ട് പോയി എന്നുള്ളതിന് സന്തോഷം. എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെടുത്ത് വെച്ചിട്ടുള്ളതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആരോപണം കള്ളവോട്ട് ചെയ്തു എന്നായിരിക്കും അല്ലേ? ആരോപണങ്ങൾക്ക് എന്താ ഇപ്പോൾ പഞ്ഞം? അവർ ഇനിയിപ്പോൾ എന്ത് ആരോപണങ്ങൾ അവർ ഉന്നയിച്ചാലും അത് നിലനിൽക്കുന്നതല്ല. കള്ളവോട്ട് ഞാൻ എൻ്റെ പേരിൽ എൻ്റെ വോട്ട് കള്ളവോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ വോട്ടാണ് ഞാനാണ് ചെയ്തത്. സോ അത് കള്ളവോട്ടല്ല. കേരളത്തിൽ നിന്ന് പലരും വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരുടെ വോട്ട് മറ്റാരോ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും ഒരു സഖാവായിരിക്കും. അല്ലെങ്കിൽ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ചില ബോധ്യമില്ലാത്ത ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായിരിക്കും ആ വോട്ട് ചെയ്തതെന്ന് ഉറപ്പാണ്. തർക്കമൊന്നുമില്ല. ഓക്കെ. ഇപ്പം അടൂരിനൊപ്പം തന്നെ അതിലും വലിയൊരു ചർച്ച നടന്നൊരു സ്ഥലമാണ് പാലക്കാട്. പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൈസ കൊടുക്കുന്നു, BJP പൈസ കൊടുക്കുന്നു. അവിടെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുകയാണത്? BJP ഈ കാണിക്കുന്ന ഈ ഒരു കാര്യങ്ങളെ എങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നത് UDF പ്രവർത്തക എന്ന രീതിയിൽ? ഒരിക്കലും നമുക്ക് BJPയുടെ ഒരു ശൈലി, ഇടതുപക്ഷത്തിൻ്റെ ശൈലിയും ചില സാഹചര്യങ്ങളിൽ പണം കൊടുക്കേണ്ടി വന്നാൽ പണം കൊടുത്തുകൊണ്ട് വോട്ട് നേടുക എന്ന് പറയുന്നത് അവരുടെ ഒരു ശൈലിയാണ്. അത് ഒരു പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ വോട്ട് പണം കൊടുത്ത് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജനാധിപത്യത്തോടുള്ള ഒരു അങ്ങേയറ്റത്തെ അവഹേളനമാണ് അവർ കാണിക്കുന്നത്. ആ ചിന്ത ഇപ്പോഴും അവരുടെ ക്യാമ്പുകളിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവർ രണ്ടും CJP എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ പോകുന്ന രണ്ടുപേരുടെയും ചിന്താഗതി ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധ്യമാണ്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ച് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം അവിടേക്ക് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇടപെടുന്നു, അത് പൊതുസമൂഹം അവിടെയുള്ളവർ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട് നമ്മൾ വിലയിരുത്തുന്ന അപ്പുറത്തേക്ക് ആ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാവരും അത് വിലയിരുത്തുന്നുണ്ട്. അവിടുത്തെ വോട്ടർമാർ വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിൻ്റെ മറുപടി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ആ വിഷയത്തെ സംബന്ധിച്ച് വീഡിയോ എടുത്തു. ഒരു സംഭവം, ഒരു തെറ്റായ കാര്യം നടക്കുന്നു, ഒരു വ്യക്തി അത് വീഡിയോ എടുക്കുന്നു. ആ ആളെ വന്ന് അവഹേളിക്കുക മാത്രമല്ല പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വെറും പച്ചയായിട്ട് നുണ പറയുകയാണ്. അമ്മയുടെ പ്രായമുള്ള ഒരാളോട് മിസ്ബിഹേവ് ചെയ്തു. അപ്പോൾ എവിടെ നമ്മുടെ കേരളത്തിൽ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനെ ഇത്രയും സമൂഹത്തിൽ മാതൃകയാകേണ്ട ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഭരണത്തിലൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ അവർ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമല്ല. അവർ പറഞ്ഞു വെക്കുന്ന മതേതരത്വത്തിൻ്റെയൊക്കെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള സംസാരവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമല്ല. എന്നിരുന്നാലും അവർ